ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ആരും അറിയാതെ മോഷണവും തുടങ്ങും. ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ, പിന്നെ വലിയ വലിയത്. ഇപ്പൊ തന്നെ ഇവിടത്തെ എത്രമാത്രം തുണികൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ. കഷ്ടം. മനോജ്, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? പിന്നെ ഹരിതേ, ഞാൻ അച്ഛനോടും കൂടി യാത്ര പറഞ്ഞിട്ട്. നീ യാത്രയൊക്കെ ചോദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നാ മതി. ഞാൻ പോവാ. അയ്യോ ഹരിതേ, ഞാനും വരുന്നു. ചേച്ചി ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അച്ഛനോടും അമ്മയോടും പറയണേ. നീ പോ. ഹരിമോളെ, എന്തോന്നടാ ഇത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പെൺകോണ്ടെന്നുണ്ടല്ലോ, അത് നമ്മളെ വീട്ടിൽ തന്നെയാ. എടപ്രകാശ, എനിക്ക് അച്ഛനോട് ചെന്ന് വണ്ടിക്കൂലി ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഓട്ടോക്കൂലിക്കുള്ള കാശ് നീ തരണം. ഒരു ബീഡി വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഇനി തിരിച്ചു പോകാനുള്ള പൈസ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും? അമ്മ എന്താ സർ വേണ്ടത്? മെൻസ് ഐറ്റംസ് ആണോ അതോ കിഡ്സോ? ഏയ്, അതൊന്നും വേണ്ട. എനിക്ക് വില കുറഞ്ഞൊരു തോർത്ത് മതി. ഈ ടവൽ ടൈപ്പേ, ചീപ്പ് റേറ്റിലുള്ളത്. സോറി സർ, ഇവിടെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളാ കൂടുതലും ഉള്ളത്. ഓ, വില കുറഞ്ഞ ചീപ്പ് ഐറ്റംസ് ഒന്നും ഇവിടെ വിൽക്കാറില്ല. ഇവിടെ ഉള്ളതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി വസ്ത്രങ്ങളാണ്. ബ്രാൻഡഡ് സാധനങ്ങളുമാണ്. ക്വാളിറ്റി കുറഞ്ഞത് വേണമെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കടകളിലോ ഫുട്പാത്തിലോ കിട്ടും. ആ, ഹലോ. അതെ സുഹൃത്തെ, ആ നിൽക്കുന്നത് വിനു അല്ലേ? അതെ. അയാൾ ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ. നിങ്ങൾക്ക് വിനുവിനെ അറിയാവോ? അറിയാം. സംസാരശേഷി ഇല്ലാത്ത ആളല്ലേ അവൻ? പക്ഷേ ആളെ പിടിക്കനാണ്. വിളിക്കണോ? ഏയ്, വേണ്ട വേണ്ട വേണ്ട. വിനു വെറുതെ സംസാരിച്ച് സമയം കളയാറില്ല. ജോലിയൊക്കെ നല്ല അടുക്കും ചിട്ടയോടുകൂടി ചെയ്യും. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും ധാരാളം കസ്റ്റമേഴ്സ് വരുന്ന ഇങ്ങനെ വലിയൊരു കടയില് ഇതുപോലൊരു സ്റ്റാഫിനെ പ്രതീക്ഷിക്കില്ല. എന്നാ നിങ്ങൾക്ക് തെറ്റി. സ്ഥിരം കസ്റ്റമേഴ്സ് വന്നാ ഇപ്പോ ആദ്യം തിരക്കുന്ന വിനുവിനെയാ. ഓ, അങ്ങനെയാണോ? ആ, നല്ല കാര്യം. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയണം. അല്ല, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് വിനുവിനെ നേരത്തെ അറിയാവോ? അറിയോന്നോ? ആട്ടെ, ഇയാളെ നിങ്ങൾക്ക് ആരാ പരിചയപ്പെടുത്തിയത്? കുറുപ്പ് സാറിന്റെ മകൻ ജഗനാണ്. ആ, എനിക്ക് തോന്നി. അവര് രാഷ്ട്രീയക്കാരെ ഒരു വോട്ടിന് വേണ്ടി എന്തും ചെയ്യൂല്ലോ. ഇനിയിപ്പോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. അല്ല, നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഏയ്, ഒന്നുമില്ലെന്നേ. ഇനി
ഞാനായിട്ട് പറഞ്ഞ ഒരാളെ എന്നെ മുട്ടിക്കുന്നില്ല. ഉം? നിങ്ങൾക്കൊക്കെ കാര്യങ്ങളെ വഴിയേ ബോധ്യപ്പെട്ടോളൂ. വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. വിനുവിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്. ഓ ഇത്രയുള്ള ഓ ഞാനങ്ങ് പേടിച്ചു പോയി. ഇന്നത്തെ കാലത്ത് മദ്യപാനവും പുകവലിയും ഇല്ലാത്ത സ്റ്റാഫുകളെ കിട്ടാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ ദുശീലം അതല്ല, പിന്നെ മോഷണം. മോഷണോ? അതെ, ഇതേ ആരും പറഞ്ഞു കേട്ട് പറയുന്നതല്ല, ഇതെന്റെ അനുഭവം. എന്റെ വീട്ടിൽ നിന്ന് സ്വർണം കട്ടതിന്റെ പേരിലേ ഇവനേൻ ഇവന്റെ ഭാര്യൻ അടിച്ചിറക്കിയതാ. എന്നും ആ സ്വർണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവന്റെ പേരിൽ കേസുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? പരമമായ സത്യം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിലേ അവനോട് തന്നെ ചോദിച്ചു നോക്ക്. ഏതെങ്കിലും വീട്ടിൽ നിന്ന് സ്വർണം കട്ടതിന്റെ പേരില് അവനേൻ അവന്റെ ഭാര്യൻ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇവനെ ഒരു പ്രത്യേക കള്ളനാ. ആദ്യം ഇവൻ അയ്യോ പാവൻ ചമഞ്ഞ് കൂടെ കൂടും. പിന്നീട് എല്ലാവരുടെയും വിശ്വാസ്യതയും പിടിച്ചുപറ്റും. പിന്നെ ആരും അറിയാതെ മോഷണവും തുടങ്ങും. ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ, പിന്നെ വലിയ വലിയത്. ഇപ്പൊ തന്നെ ഇവിടുത്തെ എത്രമാത്രം തുണികൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ. കഷ്ടം. ഒരിക്കലേ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാളുടെ പോക്കറ്റ് അടിച്ചു, കയ്യോടെ പിടിച്ചു. പിന്നീട് മാല മോഷണം, ബൈക്ക് മോഷണം, എത്ര കേസുകൾ ഇവന്റെ പേരിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയോ. ഒരു ബിസിനസ് നടത്തുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വേറൊരുത്തൻ കട്ടുകൊണ്ടു പോകുമ്പോഴുണ്ടാ വേദനയുണ്ടല്ലോ, അത് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ തൽക്കാലം വിനു അറിയണ്ട. മനുഷ്യനല്ലേ, ചിലപ്പോ ആളിപ്പം നന്നായിട്ടുണ്ടാവും. ഒരാൾക്കിപ്പോ നന്നാവാനും ചീത്തയാവാനും ഒക്കെ കുറച്ച് സമയം മതിയല്ലോ. ഒരവസരം കൊടുക്ക്, ജീവിച്ച് പോട്ടേന്നേ. എന്നാലേ ഞാൻ ഇറങ്ങാം, വരട്ടെ. ഓക്കെ ശരി. മാനത്തെ കൊട്ടാ